ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരിലെത്തുന്നു, പിതൃപൂജകർ പിതൃക്കളിലെത്തുന്നു, ഭൂതപൂജകർ ഭൂതങ്ങളിലെത്തുന്നു. എന്നാൽ എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ അക്ഷയനും ആനന്ദസ്വരൂപനുമായ എന്നെ പ്രാപിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മനാ. ഇലയോ പുഷ്പമോ ഫലമോ ജലമോ ഭക്തിയോടുകൂടി യാതൊരാളാണോ എനിക്കർപ്പിക്കുന്നത്, അവയെ സന്തോഷപൂർവം ഞാൻ സ്വീകരിക്കുന്നു. അഗാധമായ പരമഭക്തിയോടുകൂടിയ സമർപ്പണത്തിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ശ്രേഷ്ഠങ്ങളാവുന്നില്ല. ഭക്തിയും സ്നേഹവും മാത്രമേ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. ഹേ അർജുന, നീ എന്തു ചെയ്യുന്നുവോ, എന്തു ഭക്ഷിക്കുന്നുവോ, എന്തു ഹോമിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, ഏതെല്ലാം തരത്തിലുള്ള തപസ്സോ വ്രതങ്ങളോ അനുഷ്ഠിക്കുന്നുവോ, അതെല്ലാം എനിക്ക് സമർപ്പണമായി ചെയ്യുക. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈ സംന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഇപ്രകാരം ശുഭ അശുഭങ്ങളോട് കൂടിയ കർമ്മബന്ധനങ്ങളാൽ നീ മുക്തനായിത്തീരും. വിമുക്തനായി സന്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ച് നിനക്ക് എന്നെ പ്രാപിക്കാം. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാകണം. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയാ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഭക്തി പുരസരം ആരാണോ എന്നെ സേവിക്കുന്നത്, ഞാൻ അവരിലും അവർ എന്നിലും വസിക്കുന്നു. എനിക്ക് ശത്രുവില്ല, മിത്രവുമില്ല. എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും സമമായി സ്ഥിതി ചെയ്യുന്നു. അപി ചേത് സുദുരാചാരോ ഭജത്തെ മാമനന്യഭായാത് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സ. ഒരുവൻ വലിയ ദുരാചാരിയായിരുന്നാൽ പോലും വേറൊന്നും ചിന്തിക്കാതെ എന്നെ തന്നെ ഭജിക്കുന്നുവെങ്കിൽ അവനെ ശ്രേഷ്ഠനായി ഗണിക്കപ്പെടണം. എന്തെന്നാൽ അവൻ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും
എല്ലാവിധ പ്രവർത്തനങ്ങളെയും സഞ്ചയിച്ച് ഏകാഗ്രതയോടെ പാദസമർപ്പണം ചെയ്യുകയാണ്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത പ്രണശ്യതി മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യുപാൽപയോനയ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്തേപി യാന്തി പരാം ഗതിം കിം പുനർബ്രാഹ്മണാ പുണ്യാ ഭക്താ രാജർഷയസ്തഥാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. ഇങ്ങനെയുള്ള ഒരാൾ അതിവേഗത്തിൽ ധർമ്മചിത്തനായി ഭവിക്കുന്നു, ശാശ്വതമായ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു. എൻ്റെ ഭക്തൻ ഒരിക്കലും നാശത്തിന് വിധേയനാകില്ല എന്ന് ഉറപ്പായി ധരിച്ചോളൂ. ഹേ അർജുന, ഏതു വഴിയിൽ കൂടിയായാലും ഒരു ഭക്തന്റെ ചിത്തം എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാനുമായി ഏകത്വം പ്രാപിക്കുന്നു. ജാതിഭ്രഷ്ടനോ വൈശ്യനോ ശൂദ്രനോ സ്ത്രീക്കോ ഉപാസനയിലും ഭക്തിയിലും കൂടി എന്നിൽ എത്തിച്ചേരാൻ കഴിയും. പുണ്യം ചെയ്ത ബ്രാഹ്മണരും അതുപോലെ ഭക്തരായ രാജർഷികളും പരമഗതിയെ പ്രാപിക്കും. നശ്വരവും ദുഃഖകരവുമായ ഈ ലോകത്തിൽ വന്നുകൂടിയ സ്ഥിതിക്ക് എന്നെ ഭജിച്ചുകൊള്ളുക.